Morning students. നമുക്ക് ഇന്റഗ്രേഷനെ കുറിച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ e raised to x plus e raised to minus x plus 2. 5 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഏത് ഓപ്ഷൻ ആണ് ശരിയെന്ന്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ dx by e raised to x plus e raised to minus x നെ എങ്ങനെ എഴുതാം? 1 by e raised to x plus 2. That is equal to integral dx divided by. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x into e raised to x എന്താണ്? e raised to 2x. Then plus 1 by e raised to x plus 2. This is equal to integral ഈ താഴെയുള്ള e raised to x മുകളിലോട്ട് പോകും e raised to x dx divided by ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to 2x plus 2 e raised to x plus 1. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ e raised to 2x plus 1 plus 2 into e raised to x. അതിന് നമ്മൾ e raised to 2x plus 2 into e raised to x plus 1 താഴെയുള്ള e raised to x മുകളിലോട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് e raised to x ന് ഞാൻ t എന്ന് പേര് കൊടുത്തു. അപ്പോ e raised to x dx എന്തായിട്ട് മാറും? That is equal to dt ആയിട്ട് മാറും. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം dt divided by. ഇപ്പോൾ e raised to 2x ന് എന്ത് എഴുതാം? t സ്ക്വയർ ആണ്. കാരണം e raised to x ന്റെ സ്ക്വയർ ആണ് e raised to 2x. അപ്പോൾ e raised to 2x എന്ന് പറഞ്ഞാൽ t സ്ക്വയർ plus 2t plus 1. That is integral dt divided by t plus 1 the plus t plus 1 whole square. ഇനി അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് നോക്കിയേ? That is integral t plus 1 whole raised to minus 2 dt. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t plus 1 whole raised to minus 1 by minus 1 plus c. That is minus 1 by t plus 1 plus c. That is minus 1 by t എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to x ആണ് e raised to x plus 1. ഇതിന്റെ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി is the correct answer. So minus 1 by e raised to x plus 1 plus c. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ correct answer. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ഡിനോമിനേറ്ററിൽ കിടക്കുന്ന e raised to minus x നെ ഞാൻ 1 by e raised to x എന്നാക്കുന്നു. അതിനുശേഷം ഞാൻ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം e raised to x ന് t എന്ന് കൊടുക്കുന്നു. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തായിട്ട് മാറും? ഇന്റഗ്രൽ ഓഫ് dt by t plus 1 whole square. Then standard result ഉപയോഗിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 1 by t plus 1. ആ ടിക്ക് വരെ എന്ത് കൊടുത്തു? e raised to x കൊടുക്കുമ്പോൾ minus 1 by e raised to x plus 1 plus c എന്ന ആൻസർ കിട്ടും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. Integral 0 to pi by 2 root sin x by root of sin x plus root of cos x. The option ഏതാണ്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 3 pi by 2, ഓപ്ഷൻ ഡി 5 by 2, ഓപ്ഷൻ ഇ 5 by 2. ഇതാണ് ഓപ്ഷൻസ്. ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കാം. ഈ ഒരു പ്രോബ്ലം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ 0 to a f of a minus x dx. One of the property of definite integral. Definite integral property ആണ് 0 to a f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ലെറ്റ് ഐ എന്ന് കൊടുക്കുക. ലെറ്റ് ഐ is equal to 0 to pi by 2 root of sin x by root of sin x plus root of cos x. In equation 1. Also I is equal to integral 0 to pi by 2 root of sin x ന് വരെ കൊടുക്കാം. x replaced by pi by 2 minus x. sin 90 minus x എന്ന് പറഞ്ഞാൽ എന്താണ്? cos x ആണ്. root of cos x എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ root of sin pi by 2 minus root cos x എന്ന്. ഇവിടെ root cos x എന്ന് പറഞ്ഞാൽ എന്താണ്? cos pi by 2 minus x. cos 90 minus x എത്രയാണ്? sin x root sin x. Equation
പ്രോപ്പർട്ടി ബേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് സൈൻ എക്സ് റൂട്ട് കോസ് എക്സ് ആവും, താഴെ റൂട്ട് സൈൻ എക്സ് റൂട്ട് കോസ് എക്സ് ആവും, റൂട്ട് കോസ് എക്സ് റൂട്ട് സൈൻ എക്സ് ആവും. ഇനി നമ്മൾ 1 ഉം 2 ഉം കൂടി അങ്ങോട്ട് കൂട്ടുക. 1 + 2 2i നമുക്ക് എന്താ പറയുന്നത്? 0 to π/2 ഇത് കൂട്ടി കഴിയുമ്പോൾ നമ്മൾ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ എന്ത് കിട്ടും? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് 1 dx എന്ന് വരും. therefore നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π/2 മൈനസ് 0 എന്ന് വരും. 2i = π/2 എന്ന് വരും. therefore i എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. ഇവിടെ i എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ എക്സ് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ആണ്. അപ്പോൾ i യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? π/4. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ്. ഓപ്ഷൻ ഇ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. മൂന്നാമത്തെ പ്രോബ്ലം. Integral x² dx divided by 1 plus x³ whole square. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്താണ്? tan inverse x² plus c. ഓപ്ഷൻ ബി 2/3 tan inverse x³ plus c. ഓപ്ഷൻ സി എന്താണ്? 1/3 tan inverse x³ plus c. ഓപ്ഷൻ ഡി എന്താണ്? 1/2 tan inverse x² plus c. അടുത്ത ഓപ്ഷൻ ഇ എന്താണ്? tan inverse x³ plus c. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ x² divided by 1 plus x³ whole square ആണ്. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്? x³ നമ്മൾ ടി ചെയ്ത് കൊടുക്കണം. x³ ടി. അപ്പൊ 3x² dx എന്ത് വരും? dt വരും. അപ്പൊ x² dx നമ്മൾ എത്ര വരും? 1/3 dt വരും. 1/3 dt. therefore നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ x² dx ന് പകരം 1/3 dt divided by 1 plus x³ ന് പകരം t കൊടുക്കുമ്പോൾ t². 1/3 ഇന്റഗ്രൽ dt by 1 plus t². 1/3 into integral of 1/1 plus t². അല്ലെ? d by dx tan inverse x എന്താണ്? 1/1 plus x². integral of 1/1 plus x² എന്താണ്? tan inverse x. integral of 1/1 plus t² എന്താണ്? tan inverse t. tan inverse t. therefore നമുക്ക് കിട്ടുന്ന ആൻസർ 1/3 tan inverse t എന്ന് പറഞ്ഞാൽ എന്താണ്? x³ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1/3 tan inverse x³ plus c. 1/3 tan inverse x³ plus c. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x³ നമ്മൾ ടി എന്ന് കൊടുത്തു. x³ ടി കൊടുക്കുമ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² dx dt. അപ്പൊ x² dx എന്താണ്? dt. x² dx dt കൊടുത്തു. അപ്പൊ താഴെ നമുക്ക് 1 plus t² എന്ന് വന്നു. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan inverse t. t റീപ്ലേസ് ചെയ്യുന്നു. x³ റീപ്ലേസ് ചെയ്യുമ്പോൾ 1/3 tan inverse x³ plus c. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.